കാലപ്പഴക്കത്താലും വാഹനങ്ങൾ ഇടിച്ചും തകർന്ന കുമ്പിടി കുറ്റിപ്പുറം റോഡിലെ കരിയാമ്പാട്ട് പാലം നന്നാക്കാൻ നിരവധി പരാതികൾ നൽകിയിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് ആരോപണം. വീതി കുറവുള്ള പാലത്തിലൂടെ ഒരേ സമയം 2 വാഹനങ്ങൾക്ക് കടന്നുപോകാൻ വലിയ പ്രയാസവും സൃഷ്ടിക്കുന്നുണ്ട്. കൈവരികൾ തകർന്നതോടെ കാൽനട യാത്രയ്ക്കും ഭീഷണിയാണ്. പാലക്കാട്, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാലം കൂടിയാണ് കരിയാമ്പാട്ട് പാലം. 2 വാഹനങ്ങൾ ഒരേ സമയം വന്നാൽ കാൽനടയാത്ര ഏറെ പ്രയാസം. 50 വർഷത്തിലധികം പഴക്കമുള്ള പാലത്തിന്റെ പല ഭാഗങ്ങളും വാഹനമിടിച്ച് തകർന്നും തുരുമ്പെടുത്തും അപകട ഭീഷണി നേരിടുന്നുണ്ട്. വീതി കുറവുള്ള പാലത്തിലൂടെ 2 വാഹനങ്ങൾ ഒരേ സമയം കടന്നുപോകുമ്പോൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനടയാത്രക്കാർക്ക് വലിയ അപകട ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. ഒരേ സമയം വലിയ വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ നിരവധി തവണ കൈവരികൾ ഇടിച്ചുള്ള അപകടങ്ങളും ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. പാലം അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്ന വർഷങ്ങളായുള്ള ആവശ്യത്തിന് ഇനി എത്ര കാലം കാത്തിരിക്കണമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. അവസ്ഥയിൽ വന്ന് പെട്ടിട്ടുള്ളത് 2 കൊല്ലം മുന്നേ ഒരു അപകടത്തിലാണ് ഈ ഒരു പാലത്തിന്റെ സംരക്ഷണ ഭിത്തി അല്ലെങ്കിൽ കൈവരി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം MP രാജേഷിന്റെ ഫണ്ടിൽ നിന്ന് 128 കോടി ചെലവഴിച്ചിട്ട് ഈ ഒരു റോഡിന്റെ സ്ഥലമേറ്റെടുപ്പും മറ്റ് നവീകരണ പ്രവൃത്തികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ കൂടി ഇപ്പൊ ഈ തകർച്ചയിൽ നിൽക്കുന്ന ഈ ഒരു സംരക്ഷണ ഭിത്തി ഒന്ന് പുതുക്കി പണിയാനോ അല്ലെങ്കിൽ ആ ഒരു അപകടം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള സിഗ്നലുകൾ വെക്കാനോ ഇപ്പോഴും അധികാരികൾ തയ്യാറായിട്ടില്ല. ഇപ്പൊ നിലവിൽ ഈ പരിസരവാസികൾക്ക് അറിയാം ഈ ഒരു പാലത്തിന്റെ കണ്ടീഷൻ എന്താണെന്നും ഈ റോഡിന്റെ കണ്ടീഷൻ എന്താണെന്നുള്ള കാര്യം. പുറത്തുനിന്ന് ദിവസേന 100 കണക്കിന് വാഹനങ്ങൾ കവർ ചെയ്തു പോകുന്ന ഒരു ബ്രിഡ്ജാണ് ഇത്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് വരുന്ന ഡ്രൈവർമാർക്ക് ഇതിന്റെ ഒരു വീതി ഇവിടെ എത്തുമ്പോൾ വീതി ഓട്ടോമാറ്റിക് കുറയുന്നുണ്ട്. അതറിയാതെ കയറി പോരുകയും 2 വണ്ടിക്ക് കഷ്ടിച്ച് കടന്നു പോകാനുള്ള വീതി മാത്രമാണ് ഈ പാലത്തിലുള്ളത്. ഏതെങ്കിലും ഒരു വണ്ടി കുറച്ച് റോങ് സൈഡ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ അപകടം സംഭവിക്കാനുള്ള സാധ്യത. ഓരോ അപകടങ്ങൾക്ക് ശേഷവും ഇത്തരം ആവശ്യങ്ങൾ ഉയരാറുണ്ടെങ്കിലും അവ ഗൗരവപൂർവ്വമായി അധികൃതർ പരിഗണിക്കപ്പെടുന്നില്ലെന്നാണ് വ്യാപകമായ പരാതി. NCV ന്യൂസ്, തൃത്താല.